മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നോമ്പ് 3 കേട്ടോ. കണ്ണൊക്കെ കണ്ടില്ലേ, ഉറങ്ങി ക്രാവി എണീച്ച് എൻ്റെ പൊന്നു ഡ്യൂട്ടി സമയമായി. പിന്നെ നമ്മൾ റൂമിൻ്റെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഇന്ന് അടിപൊളി ഒരു കാഴ്ച ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ബെൻസാണ് കേട്ടോ. ബെല്ലാരി രാജയുടെ ബെൻസ്. അപ്പോഴേ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുള്ളത്. സത്യം പറഞ്ഞ സമയം കുറച്ച് ലേറ്റായി, അല്ലെങ്കിൽ ബെൻസ് നല്ല രീതിക്ക് ഒന്ന് ആസ്വദിച്ചങ്ങ് കിട്ടാൻ. എന്തായാലും ഇവിടെ ഇതൊക്കെ സ്ഥിരം കാഴ്ചയായിട്ട് നമ്മളത് കാര്യമാക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ദിവസം തുടങ്ങാം. വരൂ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന മച്ചാന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൗണ്ടൊക്കെ കുറവായിരിക്കും, നോമ്പൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഒരു നല്ലൊരു മാസമായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് അല്ല വ്ളോഗ് ഇട്ട് നിങ്ങളിങ്ങനെ ശല്യപ്പെടുത്തണമെന്ന് വെച്ചിട്ട് ഒന്ന് കുറച്ചാണ് കേട്ടോ. അപ്പം ഈ മാസം തീരുന്ന വരെ കുറച്ചായിരിക്കും വീഡിയോസൊക്കെ വരുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് സോറി പള്ളിക്കൂടത്തിലേക്ക് കമോൺ ഗൈസ്. ഇന്നലത്തെ നോമ്പ് തുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. നമ്മുടെ മുതലാളി അമ്മയുടെ കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു. എനിക്കൊരു തട്ടത്തിലായിട്ട് കുറേ സാധനങ്ങൾ തന്നു, ഫുഡ് തന്നു. ഞാൻ വണ്ടിയിലിരുന്ന് നല്ല രീതിക്ക് കഴിച്ചു. നല്ല സഹകരണമുള്ള വീട് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിൽക്കുന്ന ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു UP കാരനാണ്. അവന് 1300 റിയാലാണ് ശമ്പളം. എന്നാ വേണമെന്ന എല്ലാ സഹായങ്ങളും ഫുഡും എല്ലാം ഉണ്ട്, പക്ഷെ ശമ്പളം കുറവാണ്. മിക്കവാറും നെറ്റും ഫുഡും എല്ലാം ഉണ്ടെങ്കിൽ ഈ ശമ്പളം മുതലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെന്തിന് നാട്ടിൽ എന്താ അയക്കുന്നത്? അപ്പോൾ ഇവിടെ കടകളിലൊന്നും പോയി ഒന്നും വാങ്ങത്തില്ലായിരിക്കും അല്ലേ. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങാനോ ഇവരെയൊക്കെ ജീവിതം സമ്മതിക്കണം കേട്ടോ. കാശ് ഇങ്ങനെ സേവ് ആക്കി നമുക്കതൊന്നും പറ്റില്ല. ലൈഫ് ഒന്നേ ഉള്ളൂ. തനിക്ക് പാതി, വീട്ടിലേക്ക് പാതി, ലോൺ EMI പാതി, അങ്ങനെ അങ്ങ് പോയിട്ടേയിരിക്കും. അപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 22-നും 30-നും ഇടയ്ക്കുള്ള മച്ചാന്മാരാണ് നമ്മളെ വീഡിയോ കൂടുതൽ കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രാരാബ്ദവും കാര്യങ്ങളെല്ലാം വരും. ശരി തന്നെയാണ്, എല്ലാവർക്കും ഉണ്ടാവണം, എന്നാലേ അത് ഒരു ജീവിതമാവുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സ്വന്തം ഇഷ്ടങ്ങളെ കുഴിച്ചു മൂടിയിട്ട് ജീവിക്കാൻ മറക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ഇത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിക്കേണ്ട മാക്സിമം അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഒന്നുമില്ല അനുഭവിക്കാനായിട്ട്. അപ്പോഴും നമ്മുടെ ഒരൊറ്റ ജീവിതം അടിച്ച് പൊളിക്കണം എന്ന് വെച്ചിട്ട് ഓവറല്ല. നമ്മുടെ ആവശ്യങ്ങളും നമ്മളെ ഇഷ്ടങ്ങളും നമ്മൾ ചെറുതായിട്ടെങ്കിലും നമ്മൾ നടത്താൻ നോക്കണം. പിന്നെ ആദ്യമായിട്ട് വരുന്ന മച്ചാന്മാരോടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിവിടെ അല്ല, ദുബായിലോ എവിടെ, ഗൾഫിൽ എവിടെ ആയിക്കോട്ടെ, ഒരു മിനിറ്റ്, ഒരു ട്രാഫിക്, എവിടെ ആയിക്കോട്ടെ, ദുബായിലോ സൗദിയിലോ ഒമാനിലോ കുവൈറ്റിലോ ഖത്തറിലോ എവിടെ ആയിക്കോട്ടെ, അപ്പോഴങ്ങനെ വരാൻ നിൽക്കുന്ന മച്ചാന്മാരോട് നാട്ടിൽ മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത്, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി എല്ലാ ഇഷ്ടങ്ങളും കഴിഞ്ഞ്, പക്ഷേ ഓവറായിട്ടല്ല, എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഇഷ്ടം കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള എനിക്കിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യം പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ബുള്ളറ്റൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ഹിമാലയം റൈഡ് ചെയ്യണമെന്നും ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. നിർഭാഗ്യവശാൽ അതൊന്നും നടന്നിട്ടില്ല. അതിൻ്റെയൊക്കെ ഇതിപ്പോഴും ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ നമുക്കിങ്ങനെ തോന്നും, അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞതാണ്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് പ്രവാസം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാശ് പരമായിട്ടുള്ള ആഗ്രഹമല്ല, നമുക്ക് കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട്, അതുപോലും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ വന്ന ഒരു സർക്കിളാണ്. വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോക്ക് അത്ര എളുപ്പമല്ല. എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കാമെന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേ സത്യം പറഞ്ഞാൽ
എന്താ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ അവസ്ഥയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഗൾഫിൽ നിൽക്കുന്നവരൊക്കെ നല്ല കാശുള്ളവരാണെന്നും കാശ് ഉണ്ടാക്കുകയാണെന്നും വരുമ്പോൾ സ്പ്രേ അത് അപ്പോൾ അവിടെ അങ്ങനെയായിരിക്കും ജീവിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ എത്തി നമ്മൾ ആ ജീവിതം തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരായിരുന്നു ശരിയെന്നുള്ളത്. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടെ പൈസയൊക്കെ വീട്ടിലേക്കൊക്കെ അയച്ചിട്ട് അല്ലേ, ഓരോ കാഴ്ചകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ജോലിയൊക്കെ ചെയ്യണമെന്നല്ല, ജോലിയൊക്കെ ചെയ്യണം, അവനവൻ്റെ ഇഷ്ടങ്ങളെ കുഴിച്ചു മൂടരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടിരിക്കുക, നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനത്തുള്ള ഫിലോസഫിയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിപ്പോൾ നേരെ പോയിട്ട് വണ്ടിക്ക് ചെറുതായിട്ട് എയർ കുറവുണ്ട് കേട്ടോ. എയർ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു യു ടേൺ എടുത്തപ്പോഴത്തേക്കും വണ്ടി ഒരു ലാഞ്ചൽ, ഏതോ ഒരു ടയറിന് എയർ കുറവുണ്ട്, അതാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നോക്കാം ഇന്നത്തെ ജോലി എന്താണെന്നുള്ളത്. അപ്പോൾ കണ്ടിരിക്കുക. ഓക്കെ, 3 hours later. സമയം വന്നിട്ട് 1:56 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മദ്രസ ഓട്ടങ്ങൾ പോയിട്ട് നമ്മൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അതിനിടയ്ക്ക് വെച്ച് രാവിലെ തന്നെ നമ്മൾ ടയറിന് കാറ്റടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ, പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ക്രീം മേടിച്ചു കൊടുക്കാനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി കുക്കിംഗ് ക്രീം മേടിച്ചു കൊടുക്കാം. സാധാരണ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഓട്ടം പിന്നെ അധികം വിളിക്കാറില്ല കേട്ടോ. ഒരു 3-3:30-4 മണി വരെ പിന്നെ വിളിക്കാറില്ലായിരുന്നു. ഇന്നിപ്പം കുക്കിംഗ് ക്രീം മേടിച്ചു കൊടുക്കാൻ വിളിച്ചിട്ടുണ്ട്. പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ, വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്കും നല്ല ചൂടുണ്ട്. എന്തായാലും പോയി മേടിച്ച് കൊടുത്തിട്ട് വേഗം തിരിച്ചു വരാം. അപ്പോഴും നമ്മൾ ഉത്തേമി പോകുന്നില്ല കേട്ടോ. നമ്മൾ ഉത്തേമി പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതായത് ഈ 1 റിയാലിന് സാധനം മേടിച്ചാലും 2000 റിയാലിന് സാധനം മേടിച്ചാലും ഒരേ ലൈനിലായിരിക്കും ബില്ലടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കൂടിയ പൈസ, അതായത് 2000 റിയാലിനൊക്കെ ഈ വീട്ടു സാധനങ്ങൾ ബൾക്കായിട്ട് എടുക്കാൻ വരുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കൊച്ചു സാധനമായിട്ട് പോയാലും ഈ ക്യൂവിൽ തന്നെ നിൽക്കണം. അപ്പോൾ എൻ്റെ സജഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനം വാങ്ങുന്നവർക്കായിട്ടൊരു കൗണ്ടർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു. നമ്മളെപ്പോലുള്ള ഡ്രൈവർമാർക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് മേടിച്ചിട്ട് വരും. ഇതെല്ലാവർക്കും ഒരേ ലെവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6-7 കൗണ്ടറുണ്ട്, പക്ഷേ അതിൽ 3 എണ്ണം മാത്രമേ തുറക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. 3 എണ്ണം തുറന്നാൽ ഈ 3-ലും വലിയ ട്രോളിയിൽ നിറച്ച് സാധനമായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് ബില്ലിട്ട് അവർ പാക്ക് ചെയ്തൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 10-15 മിനിറ്റ് എടുക്കും ഒരാൾ. അപ്പോഴും നമ്മൾ വാങ്ങാൻ പോകുന്നത് ചിലപ്പോൾ 2 തക്കാളി ആയിരിക്കും, അല്ലെങ്കിൽ ഇത്തിരി പച്ചവള, ഇതൊക്കെ സാധനമായിരിക്കും. അപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കണം ഇത് അടിച്ച് തീരുന്നവരെ. നമ്മളെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഒരാളോ 2 പേരോ 5 പേരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ലേറ്റാവും. എന്ത് ചെയ്യാൻ, പിന്നെ ഉത്തേമിന് മാത്രമേ ഉള്ള ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് എല്ലാവരും കൂടുതലും അവിടെ പോകുന്നത്. സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി സാധനമാണ് ഉത്തേമിൽ. പ്രത്യേകിച്ച് ഈ എക്സ്പയർ ആയ സാധനങ്ങളൊക്കെ ഒരു ദിവസം മുന്നേ തന്നെ അവരെടുത്ത് വെളിയിൽ കളയും, ഒന്നും അതി വച്ചേക്കുന്നില്ല. അതുകൊണ്ട് ഈ സൗദികൾക്കെല്ലാം നല്ല വിശ്വാസമാണ് ഈ ഉത്തേമിലെ സാധനങ്ങൾ. നമ്മളെ വീട്ടുകാരെല്ലാം ഉത്തേമിലാണ് കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത്. ഉത്തേമി ഇല്ലെങ്കിൽ മാത്രമേ വേറെ ഷോപ്പിലൊക്കെ പോകാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന വേറെ ഷോപ്പിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കാൻ വയ്യ, അത്ര സമയം പോകും. അതുകൊണ്ട് മാത്രം. ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ലയെന്ന് വെച്ചോ, ഒന്നുമില്ല, വേറെ വീണ്ടും ഉത്തേമി തന്നെ പോകേണ്ടി വരും ആ സാധനം കിട്ടണമെങ്കിൽ. അതാണ് ഉത്തേമിൻ്റെ പ്രത്യേകത. മറ്റുള്ള കടകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് ഉത്തേമിനെ വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ ഓഫറും അവിടുത്തെ സാധനത്തിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പം നമുക്കുള്ള ഷോപ്പ് എത്തിയിട്ടുണ്ട്, പോയി സാധനം എടുത്തിട്ട് വേഗം വരാം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അൽമറായുടെ കുക്കിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് ക്രീം ഓഫറിനുണ്ടല്ലോ കുക്കിംഗ് ക്രീം, അത് വേണോ നോക്കട്ടെ. വേണ്ട, ഇത് നഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ പീസ് മതി. 1 ലിറ്ററിൻ്റെ അത് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് തന്നെ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഷെല്ലെന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. സ്പൈസസ് വറ്റൽ മുളകിന് 12 റിയാൽ. സ്പൈസസ് എല്ലാം അവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്.
അപ്പം ഞാൻ പറഞ്ഞ പെർഫെക്റ്റ് ഇതാണ് ഇതിൻ്റെ ഷെല്ലെന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് അറബിക് ഫുഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇന്ന് ഇത് തന്നെ വൈകുന്നേരം. അപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോകാം. നല്ല വെയിലുണ്ട് പുറത്ത്. അപ്പോൾ ഇതുകൊണ്ട് കൊടുത്തതിന് ശേഷം കാണാം കേട്ടോ, പുറത്ത് നല്ല വെയിലുണ്ട്. മാത്രമല്ല ഇനിയിപ്പം ഒരു 4 മണി വരെയൊക്കെ പുറത്തുനിന്ന് വിളിക്കത്തില്ലെന്ന് തോന്നുന്നു. മാത്രമല്ല നമ്മളെ കഫീലിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതിനി കഴുകണം. 2 ദിവസമായി കഴുകിയിട്ടത്. അപ്പോഴിത് കൊണ്ട് കൊടുത്തിട്ട് അടുത്ത ഡ്യൂട്ടി, അടുത്ത ഘട്ട വേലകൾ വരുമ്പോൾ കാണാം. ഓക്കെ. 3 hours later. യെസ്, അപ്പോഴേ വാങ്ങ് കൊടുത്തു കേട്ടോ. മാഡം പ്ലേറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു. നല്ലൊരു ഉറക്കം ഉറങ്ങിയോണ്ട് അറിയാൻ പറ്റിയില്ല. പിന്നെ വിളിച്ചപ്പോഴാണ് കണ്ടത്. എന്തായാലും പോയിട്ട് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. നോക്കിയിട്ട് എന്താണ് നോമ്പ് തുറക്കി തരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോഴും വെച്ചാൽ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്കോഷും മറ്റേത് ഒരു വെള്ള കളർ സൂപ്പാണ് കേട്ടോ. പിന്നെ ആ മഞ്ഞ കളറിൽ അത് എന്താണെന്ന് അറിയത്തില്ല. അതൊരു അറബിക് ഫുഡാണ്. എന്തായാലും കഴിച്ചതിന് ശേഷം നമുക്ക് ഇപ്പം ഡ്യൂട്ടികൾ ഓരോന്നോരോന്നായി വരും നൈറ്റ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.